താൻ എന്തിനാ കരയുന്നേ? ഡു യു സ്റ്റിൽ ലവ് ഹിം? അവൾ ചോദിച്ചു. ഇല്ല, ഒരിക്കലുമില്ല. നിങ്ങൾ രണ്ടാളും നല്ല മാച്ചുണ്ട്. ഞാൻ അമീർ ഡോക്ടറിനെ അർഹിക്കുന്നില്ല. അവൾ ചിരിച്ചുകൊണ്ട് പറയാൻ ഒപ്പിച്ചു. പക്ഷേ കണ്ണുകൾ ചതിച്ചു. ശരി, ഞാൻ പറഞ്ഞ കാര്യം ഇനി അമീറിനോട് പറയണ്ട. സിജോ ഡോക്ടർ അവിടെ വെയിറ്റ് ചെയ്യുകയായിരിക്കും. വേഗം വിട്ടോ. ലിയാന പറഞ്ഞതും റോസ് വേഗം അവിടെ നിന്നും ഓടിപ്പോവുകയായിരുന്നു. ലിഫ്റ്റിൻ്റെ മുന്നിലുള്ള തിരക്ക് കാരണം അവൾ കോണി ഇറങ്ങിപ്പോകാം എന്ന തീരുമാനത്തിലെത്തി. മനസ്സിൽ ലിയ ഡോക്ടർ പറഞ്ഞ വാചകങ്ങൾ തന്നെ അലയടിക്കുന്നു. കണ്ണുകൾ നിറഞ്ഞു. എവിടെയൊരു പ്രതീക്ഷ ഉള്ളിലുണ്ടായിരുന്നു. ഇപ്പോൾ അതും കെട്ടുപോയ അവസ്ഥ. സ്വപ്നലോകത്തിൽ എന്ന പോലെ പടികൾ ഇറങ്ങുന്നവൾ ഒരു പടി ചവിട്ടാൻ മറന്നുപോയി. ബാലൻസ് തെറ്റി മുന്നിലേക്ക് ആഞ്ഞു വീണത് മാത്രമേ ഓർമ്മയുള്ളൂ. ശക്തമായ ഒരു കൈ അവളുടെ ഇടുപ്പിൽ അമർന്നു. പക്ഷേ റോസിൻ്റെ മുഴുവൻ ഭാരവും അവന് താങ്ങാൻ കഴിഞ്ഞില്ല. അവനും അവളും ഒരേ സമയം സ്റ്റെപ്പിൽ നിന്ന് ഉരുണ്ടി വീണു. പെട്ടെന്നുള്ള ശബ്ദത്തിൽ എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി. തൻ്റെ വണ്ടി പാർക്ക് ചെയ്ത ശേഷം താക്കോലും കറക്കി പോക്കറ്റിലിട്ടുകൊണ്ട് എൻട്രൻസിലേക്ക് കയറി വരുന്ന അമീർ കാണുന്നത് ഉരുണ്ട് താഴെ കിടക്കുന്ന സിജോയുടെ മുകളിലായി കിടക്കുന്ന റോസിനെയാണ്. ഒരു നിമിഷം എല്ലാവരും സ്റ്റക്കായി. അമീർ ദേഷ്യത്തിൽ അവരുടെ അടുത്തേക്ക് പോയി ഒറ്റ വലിയിൽ തന്നെ അവളെ പൊക്കി എഴുന്നേൽപ്പിച്ചു. എവിടെ നോക്കിയാ നീ നടക്കുന്നത്? ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ലിഫ്റ്റ് വെച്ച് തന്നിട്ട് നീ എന്തിനാ കോണി കയറി ഉരുളുന്നത്? അല്ലെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനും ലിഫ്റ്റ് മതിയെന്ന് പറയുന്ന നിന്റെ ഉണ്ണക്കണ്ണ് എവിടെ പോയി? അവൻ ദേഷ്യത്തിൽ അവളുടെ കൈത്തൊടിൽ പിച്ചിക്കൊണ്ട് ചോദിച്ചു. അവൾ ആദ്യമേ കരഞ്ഞുകൊണ്ട് വന്നതുകൊണ്ട് തന്നെ അമീറിൻ്റെ ദേഷ്യം കൂടി കേട്ടപ്പോൾ അവൾ ഒന്നുകൂടി തേങ്ങിക്കരഞ്ഞു. സിജോയ്ക്ക് എന്തോ അമീർ അവളോട് പെരുമാറുന്ന രീതി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇവൻ എന്തിനാണ് ഇങ്ങനെ അധികാരഭാവത്തോടെ ഒരു നഴ്സിനോട് സംസാരിക്കുന്നത് എന്ന് അവൻ ചിന്തിച്ചു. അപ്പോഴേക്കും HR സതീഷ് വന്ന് സിജോയുടെ ചെവിയിലായി പറഞ്ഞു. സാറേ, അവർ ചെറുപ്പം മുതലേ പരിചയമുള്ളവരാണ്. ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്. അതാ ഡോക്ടർ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. സതീഷ് പറഞ്ഞപ്പോൾ സിജോ പുതിയൊരു അറിവ് കേട്ട പോലെ അവനെ നോക്കി തലയാട്ടി. ലിഫ്റ്റ് തിരക്കായപ്പോൾ 2 നിലയേ ഉള്ളൂ. അതുകൊണ്ട് സ്റ്റെപ്പ് കയറുക എന്ന് കരുതി. പക്ഷേ എപ്പോഴും ശ്രദ്ധ പോയി. അറിയാതെ സിജോ ഡോക്ടറെ പോയി ഇടിച്ചു. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞ് മുഖം പൊത്തി. അപ്പോഴേക്കും സിജോ അവരുടെ ഇടയിൽ കയറി വന്നു. അവൻ അവളുടെ തോളിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് നീക്കിയതും അമീർ ദേഷ്യത്തോടെ അവൻ അവളുടെ തോളിൽ വെച്ച കയ്യിൽ തന്നെ നോക്കി. റോസ്, താനിങ്ങനെ നെർവസ് ആവുകയൊന്നും വേണ്ട. തനിക്ക് അറിയാതെ പറ്റിപ്പോയതാണെന്ന് എനിക്കറിയാം. പിന്നെ എനിക്ക് ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. ഐ ആം പെർഫെക്റ്റ്ലി ഓക്കെ. സിജു പറഞ്ഞതും റോസ് ചിരിച്ചു. ആ ചിരി മതിയായിരുന്നു മറ്റേ ആൾക്ക് ദേഷ്യം കൂടാൻ. അമീർ, ഞങ്ങൾ എന്നാ ഡ്യൂട്ടിയിൽ കയറാൻ പോവാ. തൻ്റെ ഫ്രണ്ടിനെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കല്ലേ. ഇത്രയും പറഞ്ഞുകൊണ്ട് സിജു പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. റോസ് അമീറിൻ്റെ മുഖത്ത് പോലും നോക്കാതെ ഒരു ഓട്ടപ്രദക്ഷിണമായിരുന്നു. എന്തോ അമ്മയ്ക്ക് സിജോയുടെ ഓവർ കെയറിങ്ങും സംസാരവും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഇതെല്ലാം കണ്ട് ലിയാന തോളിൽ തട്ടി കൂൾ ഡൗൺ എന്ന് പറഞ്ഞു. എന്ത് കൂൾ ഡൗൺ? നീ കണ്ടില്ലേ ആ മത്തങ്ങ ഉരുണ്ട് വന്ന് അവൻ്റെ നെഞ്ചിൽ കയറി കിടക്കുന്നത്? എന്നെപ്പോലെ അവൾ അങ്ങനെ ഒട്ടിപ്പിടിച്ച് നിന്നിട്ടില്ല, അവൻ കുശുമ്പിൽ പറഞ്ഞു. അപ്പോൾ അതാണ് പ്രശ്നം. നീ ഇങ്ങനെ പൊസസീവ് ആവേണ്ട കാര്യമില്ല. നിന്റെ റോസിനെയും സിജോ ഡോക്ടറെ എനിക്ക് നന്നായിട്ട് ഇപ്പോൾ അറിയാം. സിജോ ഒരു പെർഫെക്റ്റ് ജെന്റിൽമാനാണ്. സോ ഡോണ്ട് വറി. ശരിക്കും നിന്റെ റോസിനെ നിന്നോടുള്ള ഫീലിംഗ് ഞാനിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. ലിയ പറഞ്ഞപ്പോൾ അമീർ അവളെ തന്നെ നോക്കി. ലിയാൻ ഇന്ന് മനഃപൂർവ്വം റോസിനോട് പറഞ്ഞ കള്ളത്തരങ്ങളെല്ലാം അമീറിൻ്റെ അടുത്ത് പറഞ്ഞതും അമീറിന് ആദ്യം ചിരി വന്നുവെങ്കിലും പിന്നെ അവനെ അവളോട് ഒരു പാവം തോന്നി. ശരിക്കും അവളുടെ കണ്ണു നിറഞ്ഞു. അമീർ ഒന്ന് ഉറപ്പിക്കാനായി ചോദിച്ചു. അതെ, എൻ്റെ ഡോസ് കൊടുത്ത ശേഷം ഉള്ള ബോധം പോയിട്ടായിരിക്കും. നിലത്തേക്ക് സിജോ ഡോക്ടറുടെ കൂടെ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവനും ചിരിച്ചു. അപ്പോൾ അവൾക്ക് എന്നെ ഇഷ്ടമാണല്ലേ? പക്ഷേ എന്തോന്ന് ഞങ്ങളുടെ ഇടയിലുണ്ട്. 2 പേർക്കും അത് മറികടന്ന് തുറന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല. എൻ്റെ ഉള്ളിലുണ്ട് ഈഗോ, അവളുടെ ഉള്ളിലുണ്ട് എന്തോ ഒരു രഹസ്യം, അമീർ പറഞ്ഞു. ഇനി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പാവം ആ കൊച്ച് കുറേ കരഞ്ഞിട്ടാണ് പോയത്. മര്യാദയ്ക്ക് അതിനെ സോപ്പിലിട്ട് കയ്യിലെടുത്തോ. ലിയാന പറഞ്ഞതും അവൻ ചിരിച്ചു. അവളെ ഞാൻ ബ്രേക്ക് ടൈമിൽ എടുത്തോളാം, കണ്ണിറക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. റോസ് സിജോയുടെ കൂടെ ഡ്യൂട്ടിയിൽ കയറിയപ്പോഴും അവൾ മുഖം വീർപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ വീർപ്പിച്ചാൽ ഞാനത് കുത്തിപ്പൊട്ടിക്കും, സിജോ പറഞ്ഞതും അവൾ വേഗം ചിരിച്ചു. സോറി ഡോക്ടർ, ഞാൻ ശരിക്കും വേറെ ഏതോ ലോകത്തായിരുന്നു. മനസ്സ് ഓക്കെ അല്ലായിരുന്നു, റോസ് പറഞ്ഞു. കുഴപ്പമില്ല, ഐ നോ ഇറ്റ്. താൻ വിഷമിക്കേണ്ട, ഇതൊക്കെ നോർമലല്ലേ. പക്ഷേ തൻ്റെ ഫ്രണ്ട് കുറച്ച് സീനാണ്. ശരിക്കും നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? ഒരുമാതിരി ശത്രുവിനോട് പെരുമാറുന്ന പോലെയല്ലേ ഡോക്ടർ ഇന്ന് റിയാക്ട് ചെയ്തത്? സിജോ സംശയത്തോടെ ചോദിച്ചു. അത് എന്നോടുള്ള ഒരു കെയറിങ്, അത്രയേ ഉള്ളൂ, അവൾ പറഞ്ഞൊപ്പിച്ചു. അവനതിനെ ഒന്ന് അമർത്തി മൂളി. ഉച്ചവരെ തിരക്കായിരുന്നു 2 പേർക്കും.
ക്യാൻറ്റീനിലേക്ക് അവൾ പോവാൻ ഒരുങ്ങുമ്പോൾ കൂടെ നിന്ന് സിജോയും വന്നു. ലിയോയുടെ കൂടെയാണ് അമീർ ഇപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത്. അവളോട് എന്തോ ചിരിച്ചുകൊണ്ട് പറയുന്ന ഇടയിലാണ് അമീർ കളിച്ചും ചിരിച്ചും വരുന്ന സിജോയെ റോസിനെയും കണ്ടത്. സാർ ഇവിടെ നിന്ന് ഓർഡർ ചെയ്തോളൂ, ഞാൻ ലഞ്ച് ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ട്, റോസ് പറഞ്ഞു. അതിനെന്താ, താൻ ലഞ്ച് ബോക്സ് എടുത്തു വാ, ഞാൻ വെയിറ്റ് ചെയ്തോളാം. ഒറ്റയ്ക്ക് കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല, സിജോ പറഞ്ഞതും അവൾക്ക് പെട്ടെന്ന് അമീറിനെ ഓർമ്മ വന്നു. അവനിപ്പോൾ ആരുടെ കൂടെ ആയിരിക്കുമെന്ന് അവൾ വെറുതെ ചിന്തിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി തൻ്റെ ഫുഡ് എടുക്കാനായി പോയി. അപ്പോഴേക്കും ലിയ സിജോയ്ക്ക് നേരെ കൈവീശി കാണിച്ച് ഇങ്ങോട്ട് വരാൻ ആംഗ്യം കാണിച്ചു. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് പോയി. ഏയ്, തുടങ്ങി കുറേ ആയോ രണ്ടാളും? ഞാനൊന്ന് വൈകിപ്പോയി, കുറച്ചധികം പേഷ്യൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ? വന്നിട്ട് പേഷ്യൻസ് കൂടാൻ തുടങ്ങിയോ? അവൻ രണ്ടുപേരോട് ചോദിച്ചു. ഇല്ലടാ, ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത്രയും നേരം വാചകമടിയായിരുന്നു, ലിയ പറഞ്ഞു. പിന്നെ പേഷ്യൻസ് കുഴപ്പമില്ല, അമീറിന് നല്ലതുണ്ട് അല്ലേടാ? അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ പീഡിയാക് ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ, കുട്ടികളുമായിട്ട് വേഗം അടുക്കും. അതുകൊണ്ട് തന്നെ പേഷ്യൻസൊക്കെ ഇപ്പോൾ റിപ്പീറ്റായി ഫോളോ അപ്പിന് പോയി കറക്റ്റ് വരുന്നുണ്ട്. പിന്നെ മുൻപത്തെ ഡോക്ടറിൻ്റെ ഫോളോ അപ്പ് തന്നെയുണ്ട് അത്യാവശ്യം, അമീർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്ക് റോസ് ലഞ്ച് ബോക്സ് എടുത്തു വന്നു. ചുറ്റും നോക്കിയപ്പോൾ കണ്ടു സിജോ അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നത്. അവൾക്ക് മടി തോന്നി. ചുറ്റും 3 ഡോക്ടർമാർ. അവൾ തൻ്റെ ലഞ്ച് ബോക്സ് തുറന്ന് ഒരു കോർണറിൽ പോയിരുന്നു. സിജോ നോക്കിയപ്പോൾ കണ്ടത് ഒറ്റയ്ക്കിരുന്ന് കഴിക്കാൻ തുടങ്ങുന്ന റോസ്. റോസ്ലിൻ, അവൻ ഉറക്കെ വിളിച്ചു. അമീർ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. അവൻ്റെ അലർച്ചയിൽ അവൾക്ക് ചമ്മൽ തോന്നി. ഇങ്ങോട്ട് വാടോ, അവൻ ചിരിച്ചുകൊണ്ട് വിളിച്ചു. ഞാനില്ല, അവൾ വേഗം പറഞ്ഞുകൊണ്ട് നോക്കാൻ നിൽക്കാതെ കഴിക്കാൻ നിന്നു. സോറി, ആക്ച്വലി ഞാൻ ആളുടെ കൂടെ ലഞ്ച് പ്ലാൻ ചെയ്തിരുന്നു. ഞാൻ പോയില്ലെങ്കിൽ ഷീ മൈറ്റ് ഫീൽ ബാഡ്, സിജോ അവർ രണ്ടുപേരോടും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് നടന്നു. അമീർ ലിയുടെ മുഖത്തേക്ക് നോക്കി. അവൾക്ക് ഇങ്ങോട്ട് വന്നാൽ പോരെ? നിനക്കറിയോ, നിങ്ങൾ വരുന്ന മുമ്പ് അവൾ എൻ്റെ കൂടെ ഫുഡ് കഴിച്ചിരുന്നത്. ഇപ്പോൾ 2 ദിവസമായി അവൾ എന്നെ അന്വേഷിക്കുന്നു കൂടിയില്ല. ഇപ്പോൾ അവൾക്ക് സിജോ വേണം ചോറുണ്ണാൻ, അമീർ ദേഷ്യത്തിൽ പറഞ്ഞു. ഏയ്, സിജോ ഡോക്ടർ പാവമാണ്, ഹീസ് ജെന്റിൽമാൻ. എത്ര പേര് പിന്നാലെ നടന്നു വളയ്ക്കാൻ ശ്രമിച്ച മുതലാണറിയോ? എന്തിന്, എനിക്ക് പോലും ഒരു ക്രഷ് തോന്നിയിട്ടുണ്ട്. ബട്ട് ഹീസ് ജെന്റിൽമാൻ, ലിയ പറഞ്ഞു. അങ്ങനെ ആയാൽ അവന് കൊള്ളാം. എനിക്ക് വേറെ ഒരു സ്വഭാവം കൂടിയുണ്ട്, അതൊന്ന് ഓർത്തോ, ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ കഴിക്കാൻ തുടങ്ങി. എന്നെ കൂട്ടാതെ താനിവിടെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുകയല്ലേ, സിജോ പറഞ്ഞു. അത് നിങ്ങൾ ഡോക്ടേഴ്സ് ഇടയിൽ ഞാൻ, അവൾ പമ്മി പതുങ്ങി പറഞ്ഞു. അങ്ങനത്തെ ഈഗോ ഒന്നും വേണ്ട. ഒരു ഹോസ്പിറ്റൽ നല്ല രീതിയിൽ റൺ ചെയ്യണമെങ്കിൽ അവിടെയുള്ള ഈച്ച് ആൻഡ് എവരി സ്റ്റാഫ്സ് പ്ലേ എ ഗുഡ് റോൾ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ റെസ്പെക്റ്റ് ഞാൻ കൊടുക്കാറുണ്ട്, സിജോ പറഞ്ഞതും അവൾ അവനെ ബഹുമാനത്തോടെ നോക്കി. എല്ലാവരും ഡോക്ടറെ പോലെയല്ല, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. തൻ്റെ ചിരി നല്ല ഭംഗിയുണ്ട്, പ്രത്യേകിച്ച് ഈ കവിൾ, ഇത് നന്നായി അങ്ങ് വികസിക്കും, അവൻ പറഞ്ഞു. അവൾ പെട്ടെന്ന് ചിരി നിർത്തി. അവൾക്ക് കോംപ്ലിമെൻ്റ് പോലും എങ്ങനെ എടുക്കണമെന്ന് അറിയില്ല. അവനെ തന്നെ നോക്കി. എന്താടോ, ഇറ്റ്സ് എ കോംപ്ലിമെൻറ്റ്, ഇങ്ങനെ ഞെട്ടി നോക്കല്ലേ, അവൻ പറഞ്ഞു. അവളപ്പോൾ ചിരിച്ചു. അപ്പോഴേക്കും അവൻ ഓർഡർ ചെയ്ത ഫ്രൈഡ് റൈസ് എത്തിയിരുന്നു. അവർ രണ്ടുപേരും വീണ്ടും കുറേ സംസാരിച്ചിട്ടാണ് കഴിച്ചിറങ്ങിയത്. വാഷ്റൂമിൽ കൈ കഴുകാൻ പോയപ്പോൾ മുന്നിലായുണ്ട് അമീറിൻ്റെയും. ആരിത്, രാവിലെ ഉരുണ്ടു വീണ് പാവം എൻ്റെ സിജോ ഡോക്ടറുടെ നടുവ് പോയി എന്നാണല്ലോ കേട്ടത്, ലിയ വെറുതെ തമാശയ്ക്ക് ചൊറിഞ്ഞു. അമീർ വാ കഴുകുന്നുണ്ട്, എങ്കിലും കണ്ണാടിയിലൂടെ അവളുടെ മുഖം നോക്കുന്നുണ്ട്. അവൾക്ക് എന്തോ വിഷമം തോന്നി. ശരിക്കും തൻ്റെ ഭാരം കാരണം സിജോ ഡോക്ടറിന് എന്തെങ്കിലും പറ്റിയോ എന്ന് വരെ ചിന്തിച്ചു അവൾ. ഒളികണ്ണിട്ട് സിജോയെ നോക്കി. അവൻ ചിരിച്ചുകൊണ്ട് ലിയയെ നോക്കി. നീ ഇനിയും ആ ടോപ്പിക് എടുത്തിടല്ലേ, രാവിലെ തൊട്ട് എന്നോട് സോറി പറഞ്ഞ് നടക്കുകയാണ് റോസ് സിസ്റ്റർ. ആളല്ലെങ്കിൽ ഈ ലോകത്തല്ല, സ്വപ്നം കൊണ്ട് നടക്കും. ഇനി ഇത് പറഞ്ഞാൽ ഇതോർത്ത് വിഷമിച്ച് നടക്കും, അവൻ പറഞ്ഞു. റോസിന് എന്തോ അവരുടെ രണ്ടുപേരുടെയും സംസാരം തന്നെ കളിയാക്കുന്ന പോലെ തോന്നി. അവൾ വേഗം കൈ കഴുകി പോകാൻ നിന്നതും സിജോ ഉറക്കെ വിളിച്ചു. സിസ്റ്ററെ, ഞാൻ നല്ല കർഷക കുടുംബത്തിൽ ജനിച്ച പാലക്കാരൻ അച്ചായനാണ്. ഈ ഡോക്ടർ പണി തുടങ്ങുന്ന മുമ്പ് അപ്പൻ്റെ കൂടെ എല്ലിമുറി പണിയെടുത്ത് തഴമ്പിച്ച കയ്യ. തൻ്റെ ഈ പഞ്ഞിക്കെട്ട് ദേഹം എൻ്റെ മേലെ വീണ എനിക്കൊന്നും ആവത്തില്ല. ഇനി അതും ഓർത്തുകൊണ്ട് ജോലി ശ്രദ്ധിക്കാതെ ഇരിക്കരുത്. ബ്രേക്ക് കഴിഞ്ഞ് കൃത്യസമയം അങ്ങ് വന്നോണം. സിജോയുടെ തുറന്നു പറച്ചിൽ അവൾക്ക് ചെറുതായി ഒരു ചമ്മൽ തോന്നി. അവൾ വേഗം തലയാട്ടിക്കൊണ്ടുപോയി. എന്നാൽ അമീർ ദേഷ്യത്തിൽ ലിയയുടെ മുഖത്ത് നോക്കി. ലിയ വേഗം രംഗം ഒന്ന് മയപ്പെടുത്തി. ഞങ്ങൾ എന്നാ പോട്ടെ? സിജു ചിരിച്ചുകൊണ്ട് രണ്ടുപേരോടും തലയാട്ടി. ലിയ വേഗം തൻ്റെ ക്യാബിനിൽ കയറി. അമീർ മുന്നോട്ട് നടന്നു. തിരിച്ചു നടക്കുമ്പോൾ ഒരുത്തൻ്റെ ഉള്ളിൽ ഹൃദയം വേദനിക്കുന്ന പോലെ. 2 ദിവസമായി അവളുമായി അകൽച്ച. അവൾ തൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. ഒപ്പം സിജോ അവളോട് കൂടുതൽ അടുപ്പം കാട്ടി പെരുമാറുന്നു.
അപ്പോഴാണ് മുന്നിലുള്ള വാട്ടർ പ്യൂരിഫയർ മെഷീനിൽ നിന്ന് വെള്ളം കുടിക്കുന്ന റോസിനെ അവൻ കണ്ടത്. അപ്പോൾ ആ വഴി ഓടിക്കളിക്കുന്ന വികൃതി കുട്ടികൾ അവളെ അറിയാതെ തട്ടുകയും അവളുടെ കയ്യിൽ നിന്ന് ഗ്ലാസ്സിലെ വെള്ളം ഡ്രസ്സിലോട്ടാവുകയും ചെയ്തു. സോറി ആൻറ്റി എന്നു പറഞ്ഞ കുട്ടികളെ നോക്കി ചിരിച്ചുകൊണ്ട് അവൾ തൻ്റെ സാരി കുടയുന്നത് അവൻ കണ്ടു. അവൾ വേഗം തൊട്ടടുത്തുള്ള സ്റ്റാഫ് ഡ്രസ്സിംഗ് റൂമിൽ കയറുന്നത് അവൻ കണ്ടു. ഒന്നും നോക്കിയില്ല. അമീർ ഒറ്റ ഓട്ടമായിരുന്നു ഉള്ളിലേക്ക്. അവൻ്റെ ഭാഗ്യത്തിന് അവൾ ഡോർ ലോക്ക് ചെയ്തില്ല. എക്സ്ട്രാ യൂണിഫോം സാരി അല്ലെങ്കിൽ സ്ക്രബ് ഉണ്ടോ എന്ന് ഷെൽഫിൽ തിരികുകയായിരുന്നു അവൾ. പെട്ടെന്ന് ഡോർ ലോക്കായപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. രണ്ടു കൈയും മാറിക്കെട്ടി തന്നെ നോക്കി നിൽക്കുന്ന പൂച്ചക്കണ്ണൻ അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. അവൻ അവളെ ഉറ്റുനോക്കിക്കൊണ്ട് അടുത്തേക്ക് വന്നു. റോസ് അവനെ കണ്ടതും ഞെട്ടലോടെ ചുറ്റും നോക്കി. അവൻ അവളുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ആരെയാണ് നീ തിരയുന്നത്? ഈ മുറിയിൽ ഇപ്പോൾ ഞാനും നീ മാത്രമേ ഉള്ളൂ. ഡോക്ടർ ഇപ്പോൾ ഇവിടെ നിന്നിപ്പോൾ ആരെങ്കിലും കണ്ടാൽ, അവൾ പറഞ്ഞു തീരുന്ന മുമ്പ് അവൻ അവളുടെ കീഴ്ചുണ്ടിൽ വിരൽ കൊണ്ട് അമർത്തി. ആരാടി നിന്റെ ഡോക്ടർ? അമി, അത് മതി. നമ്മൾ മാത്രം ഉള്ളപ്പോൾ അങ്ങനെ വിളിച്ചാൽ മതി, അവൻ പറഞ്ഞു. അമി, അവൾ അവൻ്റെ കയ്യിൽ പതുക്കെ പിടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു. എന്തിനാ എൻ്റെ കൂടെയുള്ള ഡ്യൂട്ടി ഷിഫ്റ്റ് മാറ്റിയത്? ആരോട് ചോദിച്ചിട്ട്? വേണ്ട പറഞ്ഞതല്ല ഞാൻ. പുതിയ ഡോക്ടർ വന്നപ്പോൾ നീ ഫുൾ ബിസി. എന്നെ ഒരു വട്ടം പോലും കാണാൻ തോന്നിയില്ലേ നിനക്ക്? അവൻ പ്രണയത്തോടെ മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ വിയർത്തുപോയി. അമി, എന്താ ഇതിങ്ങനെ അടുത്തു നിന്നുകൊണ്ടൊന്നും? അവൾ പറഞ്ഞു തീരുന്ന മുമ്പ് അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് തൻ്റെ ദേഹത്തോട് ചേർത്ത് നിർത്തി. ആദ്യമായിട്ടുമല്ലല്ലോ റോസമ്മേ ഞാൻ ഇങ്ങനെ പിടിക്കുന്നത്. അന്നും എന്നും ഒരുപോലെ തന്നെ. നല്ല സുഖമുണ്ട് നിന്നെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ, അവൻ കണ്ണിറുക്കി പറഞ്ഞു. എനിക്ക് പോണം. അവൾ കിടന്ന് പിടഞ്ഞതും അവൻ ഒന്നുകൂടി അവളുടെ നഗ്നമായ ഇടുപ്പിലേക്ക് സാരിയിലൂടെ വിരൽ കടത്തി. അവളൊന്ന് പിടഞ്ഞുകൊണ്ട് അവനെ നോക്കി. മുന്നിൽ നിൽക്കുന്ന ചെക്കൻ്റെ ദുഷിച്ച നോട്ടവും ഭാവം അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. റോസേ, എന്നോട് ദേഷ്യമുണ്ടോ? എല്ലാവരുടെയും മുന്നിൽ നിന്ന് ദേഷ്യപ്പെട്ടതിന്? പറ, അവൻ അവളുടെ ചെവിയിലായി മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അത് അപ്പോൾ കുറച്ചു നേരം തോന്നി, ഇപ്പോൾ ഇല്ല, അവൾ വെക്കിക്കൊണ്ട് പറഞ്ഞു. ശ്രദ്ധിച്ചു നടക്കണ്ടേ? മറ്റുള്ള ആണുങ്ങളുടെ മേലെ കിടന്നു വീഴാൻ പാടുണ്ടോ? എനിക്ക് ഒട്ടും ഇഷ്ടമില്ല, അമി ഗൗരവത്തിൽ പറഞ്ഞു. അവൾ പേടിച്ചുകൊണ്ട് വേഗം തലയാട്ടി. അവളെ കണ്ടപ്പോൾ ശരിക്കും ഒരു പാവക്കുട്ടി പോലെ തോന്നി അവന്. വെള്ളസാരി ഉടുത്തു നിൽക്കുന്ന വട്ടമുഖമുള്ള ഉണ്ട കവിളുകളുള്ള പെണ്ണ് തന്നെ പേടിച്ചുകൊണ്ടാണ് നിൽക്കുന്നതും തലയാട്ടുന്നതും. അവളുടെ നെറ്റിയിൽ നിന്നും മൂക്കിലേക്ക് പിന്നെ ആ തടിച്ച ചുണ്ടിലേക്കും അവൻ നോക്കി. ചായങ്ങളൊന്നുമില്ലാതെ അവളുടെ ചുണ്ടിലേക്ക് നോക്കി അമീർ ഉമിനീരിറക്കി. ഇതിനു മുമ്പ് ചുംബിച്ച ചുണ്ടുകളാണ്, പക്ഷേ ഇപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്ന പോലെ. ഞാൻ പോട്ടെ, അവൾ വിറച്ചുകൊണ്ട് ചോദിച്ചതും അവൻ അവളുടെ ചുണ്ടിൽ വീണ്ടും വിരൽ കൊണ്ട് ബന്ധിച്ചു. മേ ഐ കിസ് യു, അവൻ ചോദിച്ചു.